ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് തായ്ലൻഡിൽ നമ്മുടെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. നമ്മൾ 18-ാം തീയതി നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ സ്ഥലങ്ങളൊക്കെ നമ്മൾ പോയി. സോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സഫാരി വേൾഡിലോട്ടാണ്. സോ നമുക്ക് എന്തൊക്കെയാണ് ഇൻസൈഡ് എന്നുള്ളത് നോക്കാം. സഫാരി വേൾഡിൽ നമ്മൾ എൻ്റർ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇങ്ങനെ ഒരു റോഡ് ട്രിപ്പ് നടത്താട്ടോ. നമ്മുടെ സ്വന്തം വാഹനത്തിൽ നമുക്ക് ഇതുപോലെ ഒരു റോഡ് ട്രിപ്പ് ചെയ്യാം. അതിൻ്റെ ഇടയ്ക്കായിട്ട് കുറേ ഇതുപോലത്തെ കാഴ്ചകൾ ഉണ്ടാവും കേട്ടോ. ആനിമൽസിനൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ഞങ്ങൾ കണ്ടൊരു നല്ലൊരു കാഴ്ചയാണ് കേട്ടോ ഈ ഒരു ജിറാഫിൻ്റെ ഒരു ഓട്ടം. നല്ല രസമുണ്ടായിരുന്നു. അമ്മയും അച്ഛനും നമ്മുടെ സൈഡിൽ നിന്ന് പോയല്ലോ. ഇത് നമ്മൾ ഹോട്ടലിൽ നിന്ന് വിളിച്ച് വന്നിട്ടുള്ള ക്യാബായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു റോഡ് ട്രിപ്പും കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്യാബ് വിട്ടിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് ഇങ്ങനെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ പുലിയാണെങ്കിലും കടുവയാണെങ്കിലും അവിടെയുള്ള എല്ലാ മൃഗങ്ങളെയും നമുക്കിങ്ങനെ അടുത്ത് നേരിട്ട് കാണാൻ പറ്റും കേട്ടോ. ചിലതൊക്കെ നമ്മളുടെ വണ്ടിയുടെയൊക്കെ അടുത്തുകൂടെയൊക്കെ പോവുമായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കാഴ്ചയും കൂടെ നമ്മൾ സഫാരി വേൾഡിൽ പോയി കഴിഞ്ഞാൽ കാണും കേട്ടോ. ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്കൊരു സെപ്പറേറ്റ് എൻട്രൻസ് ആണ് കേട്ടോ വരിക. നമ്മൾ ചെന്ന് കഴിഞ്ഞാലായിരിക്കും അത് ഓപ്പൺ ആവുന്നത്. ആ ഒരു ഏരിയ ആയിരുന്നു ഈ ഒരു സിംഹത്തിൻ്റെയും കടുവയുടെ ഒക്കെ ഏരിയ കേട്ടോ. ഇവിടെ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് ഈ ഒരു സിംഹവും അതുപോലെ തന്നെ സീബ്ര ഒക്കെ ആയിരുന്നു കേട്ടോ. എവിടെ പോയാലും സീബ്ര ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ കുറേ കടുവകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നമ്മൾ അടുത്ത് വെച്ചൊക്കെ കാണുമ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. കുറേ എണ്ണം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഔറാംകുട്ടൻ ഷോ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സോ നമ്മളിപ്പോൾ ജസ്റ്റ് എൻ്റർ ചെയ്തിട്ടേ ഉള്ളൂ. ായിരുന്നു കേട്ടോ ഈ ഒരു ഷോ ഉണ്ടായിരുന്നത്. നമ്മൾ എത്താൻ കുറച്ച് ലേറ്റായിപ്പോയി. നമ്മൾ ഓടിയിട്ടായിരുന്നു ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ജസ്റ്റ് എത്തിയ ഒരു സമയമായിരുന്നു. എന്നാലും നമ്മൾ പെട്ടെന്ന് കയറി കണ്ടു കേട്ടോ. നമ്മളിപ്പോൾ ഔറാംകുട്ടൻ്റെ ഷോ കണ്ടു വന്നു കേട്ടോ. 10:30 ആയിരുന്നു ഷോ അല്ലേ? എപ്പോഴും അങ്ങനെ ആവുമെന്ന് അറിയില്ല. പക്ഷേ 10:30 ഫസ്റ്റ് ഷോ വരുന്നത്. അത് കഴിഞ്ഞ് ഇനി നമ്മൾ എലഫൻറ്റ് ഷോ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സോ ഇനി നമുക്കത് കാണാം. നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ നമ്മൾ അവരെ ഫോളോ ചെയ്ത് പോവുകയാണ്. സോ നമുക്കിനി എലഫൻറ്റ് ഷോ കാണാം. ഇവിടെ വന്നപ്പോഴാണ് ചൂട് ശരിക്കും മനസ്സിലാവുന്നത് കേട്ടോ. ചൂട് മാത്രമല്ല നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട്. ഇപ്പോൾ നമുക്കിതാ ഇതുപോലെ വിഷറിയൊക്കെ ആൾക്കാർ ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. 100 ബാത്താണ് ഒരു വിഷറിയുടെ പ്രൈസ് വരുന്നത്.
സത്യത്തിൽ നമ്മളെ ഞെട്ടിച്ചു കേട്ടോ. ഒരു ആനയാണ് ഈ ഒരു പടം വരയ്ക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഇങ്ങനെ വണ്ടടിച്ചിരുന്ന് പോകും കേട്ടോ. അത്രയും ഭംഗിയിലാണ് ആ ഒരു ഫൈനലായിട്ട് ആ ഒരു പിക്ചർ വന്നിട്ടുണ്ടായിരുന്നത്. ശരിക്കും അവർക്ക് ചില ഇൻസ്ട്രക്ഷൻസൊക്കെ കൊടുക്കുന്നുണ്ട് അടുത്ത് നിന്നിട്ട്, എന്നാൽ പോലും ഒരു ആനയുടെ തുമ്പിക്കൈ വെച്ച് ആ ഒരു ബ്രഷൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ വരച്ച് കാണുമ്പോൾ ഫൈനൽ ആ പിക്ചറും കൂടെ വന്ന സമയത്ത് എല്ലാവരും ക്ലാപ്പ് ചെയ്തു കേട്ടോ. ഇതാണ് ആ ഒരു ഫൈനൽ പെയിൻറ്റിങ് വരുന്നത് കേട്ടോ. അടിപൊളിയായിട്ടില്ലേ? ആൻഡ് ഇത് അവർ സെയിൽ ചെയ്യുന്നതും കൂടെ ഉണ്ട് കേട്ടോ. 1000 ബാത്തിനാണ് നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ആ ഒരു എമൗണ്ട് കൊടുത്തിട്ട് അത് വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അവസാനം ആന എല്ലാവരെയും കുളിപ്പിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഷോ അവസാനിപ്പിക്കുന്നത്. എനിക്കറിയായിരുന്നു ഇങ്ങനൊരു സംഭവം അതിൽ വരുന്നുണ്ട് എന്നുള്ളത്. ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രണ്ടിലൊന്നും പോയി നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആൻഡ് ചിലവരൊക്കെ അവിടെ നിന്ന് എണീറ്റ് പോയി, ചിലവരൊക്കെ കൊട പിടിച്ചിട്ടാണ് കേട്ടോ നിന്നത്. അങ്ങനെ ഈ ഒരു ഷോയും നമ്മൾ കണ്ട് നെക്സ്റ്റ് നമ്മൾ പോകുന്നത് സ്പൈ വാർ എന്നുള്ളൊരു ഷോ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു സ്പൈ വാറാണ് കേട്ടോ. കുറഞ്ഞ സമയം കൊണ്ട് ഒരു ഫുൾ ഫിലിം കണ്ടിറങ്ങിയ ഒരു ഫീലായിരിക്കും കേട്ടോ നമുക്ക് കിട്ടുന്നത്. ആ ഒരു സെറ്റാണെങ്കിലും ഫുൾ വെടിവെപ്പും ബോംബും ഒക്കെ ആകുമ്പോൾ ശരിക്കും കുട്ടികളും ഇത് നന്നായിട്ട് എൻജോയ് ചെയ്യും കേട്ടോ. അത്യാവശ്യം സമയമുണ്ടായിരുന്നു ഈ ഒരു ഷോ. ബോംബൊക്കെ പൊട്ടുന്ന സമയത്ത് ശരിക്കും നല്ല ചൂടാണ് കേട്ടോ. നമ്മുടെ ഫേസ് ഒക്കെ നന്നായിട്ട് ചൂടെടുക്കുന്നുണ്ടായിരുന്നു. ബോംബൊക്കെ പൊട്ടുന്ന സമയത്തായപ്പോഴത്തേനും കാശി നന്നായിട്ട് കരഞ്ഞു കേട്ടോ. അവൻ നന്നായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ചൂടും തീയും ഒക്കെ കണ്ടപ്പോൾ അവൻ നന്നായിട്ട് പേടിച്ചു കേട്ടോ. ബാക്കി എല്ലാവരും നല്ല കൂളായിട്ട് ഇരുന്നിട്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് നേരം ഈ ഒരു ഫിഷസിനൊക്കെ നോക്കിയിരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ഇതാ ഇവിടെ വന്നപ്പോഴാണ് കുറേ ആളുകൾ ഈ ഒരു ഔറാങ്കുട്ടൻ്റെ അടുത്തിരുന്നിട്ട് ഫോട്ടോ എടുക്കുന്നത് കണ്ടിട്ടോ. അപ്പോൾ ജസ്റ്റ് നമ്മൾ അതൊക്കെ ഒന്ന് പോയി കണ്ടു മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ പോന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ. നമ്മുടെ നെക്സ്റ്റ് ഷോ വരുന്നത് 1:45-നാണ്. സോ അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിച്ച് നമുക്ക് റിലാക്സ് ചെയ്ത് ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. സോ ഇത് അവിടെയുള്ളൊരു ബ്രിഡ്ജാണ്. ഇത് കവർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഒരു ഫുഡ് കോർട്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കഴിക്കാനുള്ള കുറച്ച് ഏരിയാസ് ഉള്ളത് കേട്ടോ. സോ നമ്മൾ അവിടെ ചെന്ന സമയം മുതൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ടൈഗർ ബർഗർ ആൻഡ് ടൈഗർ ഐസ്ക്രീം ഒക്കെ കേട്ടോ. സോ നമ്മൾ വിചാരിച്ചു എന്നാൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട്
ടൈഗർ ബർഗറാണ് കേട്ടോ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, സാധാരണ ബർഗർ തന്നെയാണ്, പക്ഷേ ചീസൊന്നും ഉണ്ടായിരുന്നില്ല, നോർമൽ ഒരു ബർഗർ തന്നെയായിരുന്നു. സോ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതായിരുന്നു ഇന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. Hello everyone. ഡോൾഫിൻ ഷോ കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ജിറാഫിന് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ വന്ന മുതൽ കുട്ടികൾക്ക് ഏറ്റവും പോകാൻ ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത് ജിറാഫിന് ഫീഡ് ചെയ്യുന്നതായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ എത്തി. ആൻഡ് 150 ബാത്താണ് ഒരു ബക്കറ്റിന് എമൗണ്ട് വരുന്നത് കേട്ടോ. സോ നമുക്കത് പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് തന്നെ പോയി ജിറാഫിന് ഫീഡ് ചെയ്യാം. ആൻഡ് ഇവിടെ വരുന്ന എല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്ത് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് ജിറാഫിന് ഫീഡ് ചെയ്യുന്നതാണ് കേട്ടോ. കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും ജിറാഫിന് ഫീഡ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുക്കുന്നതായിരുന്നു കൂടുതലായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഒരുപാട് ജിറാഫുകളുണ്ട് കേട്ടോ. അവർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വന്ന് കഴിക്കും. ആൻഡ് അവരുടെ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ബാക്കപ്പ് ചെയ്യും കേട്ടോ. അങ്ങനെ കുറച്ചധികം നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോഴത്തേനും ഏകദേശം ഒരു 3:34 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ നമുക്ക് തിരിച്ചു പോകാനുള്ളൊരു സമയം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫൈനലി ജിറാഫിനെയൊക്കെ കണ്ട് പിന്നെ കുറച്ച് അവിടെ എന്തൊക്കെയോ കാണാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോയത് കേട്ടോ. ഒത്തിരി ജിറാഫുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കാണുന്നത് ഓപ്പോസിറ്റായിട്ട് കാണുന്നത് നമ്മൾ നേരത്തെ ഫസ്റ്റ് ഒരു റോഡ് ട്രിപ്പ് ചെയ്ത ആ ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ജിറാഫിനെയൊക്കെ കണ്ട് തിരിച്ചു പോരുകയാണ് കേട്ടോ. റിലീസ് ആവാനുള്ള ടൈം കൊടുക്കടാ. അവസാനം പുലിയെ വരെ സ്റ്റാച്ചു ആക്കിയിട്ടാണ് കാശി അവിടുന്ന് പോന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. സോ നമ്മളിപ്പോൾ ഇറങ്ങുന്ന സമയത്ത് ഭയങ്കരമായിട്ട് മഴ ഉണ്ടായിരുന്നു. ഒരു 4:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇറങ്ങിയ സമയത്ത്. പിന്നെ നമ്മൾ മഴയൊക്കെ മാറി നമ്മൾ അവിടുന്ന് പോന്നു കേട്ടോ. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആൻഡ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം. സോ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബായ്.